ട്രെയിലർ കണ്ടപ്പോ തന്നെ തോന്നി മൂവി നല്ല ഹിറ്റ് ആവും തോന്നിയിട്ടുണ്ട്. ടീസറിൽ തന്നെ നല്ല ഹൈപ്പ് ഏറിയ ഒരു ഇതാണ്. ലൂസിഫറിനെക്കാളും ഹിറ്റ് ആവും. ഇത് ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് അടുത്തൊരു നല്ലൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും എമ്പുരാൻ എന്ന് പറയുന്നത്. പടം ഹിറ്റ് ആവും തോന്നുന്നു. സൂപ്പർ ഹിറ്റ് ആവും. ഇന്റർനാഷണൽ ലെവലിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കാത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിലെ ട്വിസ്റ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന കാര്യമാണ് ടൊവിനോ വില്ലൻ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ഇതിലൊരു ക്യാമിയോ റോൾ ഉണ്ട്. അപ്പൊ ഇത് ആരുടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? മമ്മൂട്ടി ഒരാള് ഷാറൂഖ് ഖാൻ ആയിരിക്കാം, പിന്നൊന്ന് മമ്മൂക്ക ആയിരിക്കാം. നമ്മള് ഫാഫാനെയാണ് വിചാരിക്കണത്. എമ്പുരാന്റെ ട്രെയിലർ കണ്ടാണോ? കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് വളരെ അടിപൊളി മൂവായിട്ട് തോന്നി. അതായത് ട്രെയിലർ കണ്ടപ്പോ തന്നെ തോന്നി മൂവി നല്ല ഹിറ്റ് ആവും തോന്നിയിട്ടുണ്ട് എനിക്ക്. മലയാള സിനിമ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അപ്പൊ ഇതൊരു ആ ലെവലിൽ എത്തുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും എത്തും. അത് ഉറപ്പായിട്ടും എത്തും. ലൂസിഫർ തന്നെ നല്ല ഹിറ്റ് വന്നല്ലോ, അപ്പൊ തന്നെ ഉറപ്പായിട്ടും ഇത് എത്തും. ഇതിലൊരു ക്യാമിയോ റോൾ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അത് ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റും? എന്റെ ഗസ് ഫഹദാണെന്നാണ് എന്റെ ഒരു ഗസ്. അറിയില്ല. ഖുറേഷി എബ്രഹാമിന്റെ കുട്ടിക്കാലമായിട്ട് പ്രണവാണ് അഭിനയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ അത് പ്രണവായിരുന്നാൽ അതെങ്ങനെ ഉണ്ടാവും? നൈസ് റോളായിരിക്കും. കാരണം അച്ഛനും മോനും ആ ഒരു റോള് നൈസായിരിക്കും. മോഹൻലാലിന്റെ കുട്ടിക്കാലമായിട്ട് അഭിനയിച്ച നൈസായിട്ട് പോവും. ലാലേട്ടന്റെ തിരിച്ചു വരവാണെന്ന് തന്നെ പറയാൻ പറ്റും. ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇതിലൂടെ കേരളത്തിലെ FD ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യും. കാരണം ടീസറിൽ തന്നെ നല്ല ഹൈപ്പ് ഏറിയ ഒരു ഇതാണ്. ഫസ്റ്റ് ഡേ തന്നെ കുറെ ബുക്കിംഗ് ആയി. കുറെ എല്ലാ സ്ഥലത്തും ബുക്കിംഗ് ആയി ടിക്കറ്റ് എല്ലാം. അപ്പൊ അതുകൊണ്ട് നല്ല ഹൈപ്പ് ഉണ്ടാവും. ട്രെയിലർ കണ്ടിട്ട് തോന്നി? ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയ? ട്രെയിലർ കണ്ടിട്ട് എന്താ, കുറെ പ്രതീക്ഷിച്ച് നിന്നാണ് ഈ ഒരു എമ്പുരാൻ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ കുറെ ഞാൻ കാത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിലെ ട്വിസ്റ്റ് ആണ്, വില്ലൻ. അപ്പോൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ കാണുന്നില്ല നമ്മുടെ ദൈവപുത്രൻ തന്നെ, അതിൻ്റെ ഒരു ഡയലോഗില്ലായിരുന്നു അത് ദൈവപുത്രൻ അല്ല, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോഴത്തേനും അതിന് എന്തുവാ, അപ്പോഴാണ് നമ്മൾ വില്ലനായി മാറുന്നത്. അങ്ങനെ എന്തോ ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ ജസ്റ്റ് ടൊവിനോ ആണോ എന്ന് നോക്കും. അതൊരു ആ ട്രെയിലറിനകത്ത് തന്നെയാണ് ടോവിനെ ഹൈലൈറ്റ് ചെയ്ത് വില്ലനായിട്ടുള്ള ഒരു ഇതിലാണ് ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. ടോവിനെ ആയിരിക്കും വില്ലൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷ. മലയാള സിനിമ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തുന്ന ഒരാളാണ് പൃഥ്വിരാജ്. അപ്പോ ഈ ഒരു മൂവി ഇന്റർനാഷണൽ ആ ഒരു ലെവലിൽ അതെന്തായാലും എത്തും, തീർച്ചയായിട്ടും എത്തും, പക്ക എത്തും. ഇതിലൊരു ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ഷാറൂഖ് ഖാൻ ആയിരിക്കാം, പിന്നൊന്ന് മമ്മൂക്ക ആയിരിക്കാം. ഇത് ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവാണെന്ന് തോന്നുന്നു. തിരിച്ചു വരവാണോ എന്ന് തോന്നുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അടുത്തൊരു എന്താ പറയാ നല്ലൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും എമ്പുരാൻ എന്ന് പറയുന്നത്. ഇതില് ലാലേട്ടന്റെ ചെറുപ്പമായിട്ട് പ്രണവ് മോഹൻലാലാണ് അഭിനയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രണവ് മോഹൻലാൽ വന്നാൽ എങ്ങനെ ഇരിക്കും? നന്നായിരിക്കും. ഈ മൂവി ഹിറ്റാവും തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഷോ നല്ലതായിരിക്കും. കാണും. കാണും തീർച്ചയായിട്ടും കാണും. ഈ മൂവി ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവാണെന്ന് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയുണ്ട്, ടൊവിനായിരിക്കും വില്ലൻ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഖുറേഷി എബ്രഹാമിന്റെ ചെറുപ്പകാലം പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോ പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? പ്രണവ് അഭിനയിക്കുന്ന എങ്ങനെയായിരിക്കും? അച്ഛനും മോനും ഒരേ സ്ക്രീനിൽ വരുമ്പോൾ ലാലേട്ടന്റെ തിരിച്ചുവരവാണോ? ഫസ്റ്റോ കാണോ? ട്രെയിലർ കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ലതാണ് തോന്നുന്നു. ലാലേട്ടന്റെ തിരിച്ചുവരവാന്ന് തോന്നുന്നു. ഉണ്ട്. മലയാള സിനിമയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. ഇത് ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ കുറെ സീരീസ് ഇതൊക്കെ പോയില്ലായിരുന്നു, അപ്പം നല്ലതായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന കാര്യമാണ് ടൊവിനോ വില്ലൻ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോ ചിലപ്പം
ഖുറേഷി എബ്രഹാമിന്റെ ചെറുപ്പകാലത്ത് അഭിനയിക്കുന്ന പ്രണവാണെന്നൊരു ഇതുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോ പ്രണവാണെങ്കിൽ പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ അതെങ്ങനെയുണ്ടാവും? ആസ് ആൻ ആക്ടർ ഹീസ് ഗുഡ്. ഐ മീൻ മോഹൻലാലിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നല്ല ആക്ടർ തന്നെയാണ്. പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ ഇപ്പൊ വിക്രമിന്റെ ഒരു സിനിമ ഉണ്ട്, എന്താ മഹാൻ എന്ന് പറഞ്ഞിട്ട്, അത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു. അപ്പൊ ആ ഒരു റേഞ്ച് വരുമായിരിക്കും. അത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു പടമായിരുന്നു വിക്രമിന്റെ മഹാൻ. ഈ മൂവി ലാലേട്ടന്റെ തിരിച്ചുവരവാണെന്ന് തോന്നുന്നുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. ഇതിലൊരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മള് ഫാഫാനെയാണ് വിചാരിക്കണത് അല്ലേ? ഇക്കെ അവൻ ചാൻസ് ഉണ്ട്. ഖുറേഷി എബ്രഹാമിന്റെ ചെറുപ്പകാലമായിട്ട് പ്രണവാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പൊ പ്രണവാണെങ്കിൽ അതെങ്ങനെയുണ്ടാവും? പ്രണവാണെങ്കിൽ അടിപൊളി. ലിയോടെ കേരളത്തിലെ FD ബ്രേക്ക് ചെയ്യും തോന്നുന്നുണ്ടോ? തീർച്ചയായും ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവായി ഉറപ്പായിട്ടും